SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തിയിട്ടാണ് ഈ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകളെ മുഴുവൻ ഏകീകരിക്കണം, അവർക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാവണം എന്ന് പറയുകയും അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് മുതൽ ഇങ്ങോട്ട് പല ആളുകളെയും നേതൃസ്ഥാനത്തിലിരുത്തിക്കൊണ്ടൊരു BDJS എന്നുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ആ പാർട്ടിയുടെ യാത്രയുടെ ഇടയിലാണ് കോഴിക്കോട് നൗഷാദ് എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ മറ്റുള്ള ഒരു സഹജീവിയെ രക്ഷിക്കാൻ ശ്രമിച്ച് മരിച്ചപ്പോൾ അയാളുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകിയെന്നതിൻ്റെ പേരിൽ തികച്ചും വർഗീയമായൊരു പരാമർശം നടത്തിയത്. അതിനുശേഷവും ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടപഴകിയിട്ടുണ്ട്. കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ കൺവീനറായിട്ട് വെള്ളാപ്പള്ളി നടേശൻ വരുന്നത് ഈ പരാമർശം അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ മീറ്റിങ്ങിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പങ്കെടുക്കുന്നതിൽ എന്തെങ്കിലും അത്ഭുതം കാണുന്നുണ്ടോ? അത്ഭുതം കാണുന്നുണ്ടോ ചോദിച്ചാൽ നമുക്ക് അത്ഭുതം ഉണ്ടാവണമല്ലോ. നമുക്ക് അത്ഭുതപ്പെടേണ്ട ഒരു വകുപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. കാരണം മതേതര രാഷ്ട്രീയത്തിന് നിലകൊള്ളുന്ന, സെക്കുലർ രാഷ്ട്രീയം നിലകൊള്ളുന്ന, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന CPM-ൻ്റെ അടിസ്ഥാന രാഷ്ട്രീയം എന്നത് മതേതരത്തിൻ്റെ മുൻനിർത്തി രാഷ്ട്രീയമാണ്, മതവിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അത് അടിവരയിട്ട് പറയുകയും ചെയ്തിരിക്കുന്നു. കാര്യം BJP വിരുദ്ധമായിട്ടുള്ള ഒരു പൊതു രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അറിയാവുന്ന കാര്യം, വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നൊരു മുഖ്യമന്ത്രി. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം. അങ്ങനെ മുസ്ലിം അന്യവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടം, മുസ്ലിം ജനവിഭാഗത്തെ എങ്ങനെ അന്യവൽക്കരിക്കാം, സമൂഹത്തിൽ നിന്ന് പൊതുധാരയിൽ നിന്ന് അന്യവൽക്കരിക്കാം എന്ന് പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന കാലഘട്ടത്തിൻ്റെ ഭാഗമാണ് മുസ്ലിം വിദ്വേഷ പ്രസംഗം. അത് മറ്റൊന്നുമല്ല, അത് മുസ്ലിം വിദ്വേഷ പ്രസംഗം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ അന്യവൽക്കരിക്കുക എന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം പറഞ്ഞ ഒരാൾ, ആ രാഷ്ട്രീയം, അതായത് നമ്മളിന്ന് മനസ്സിലാക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണത്. അതൊന്നും വേറിട്ട് കാണാൻ പറ്റില്ല. കാര്യം ഇന്ന് ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വിദ്വേഷം ഹിന്ദുത്വ രാഷ്ട്രീയ നെഗറ്റീവിൻ്റെ ഭാഗമാണ്. അത് മുസ്ലിം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അന്യവൽക്കരിക്കാനുണ്ട്. ആ അന്യവൽക്കരണ ഭാഗമായിട്ടാണ് ഈ ഇത്രമാത്രം ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ട് രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിം ഭീതി പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയം പറയുന്നത്. അപ്പോൾ അത് ആവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതേ ഭാഷ തന്നെ സംസാരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ആ നിലപാട് പറയുമ്പോൾ, അത്തരം അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ എന്തുകൊണ്ടും ബാധ്യതയുണ്ട്. അത് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. കാര്യം മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണ്. ഇത്തരം വിദ്വേഷ പ്രസംഗത്തിനെതിരെ നിലപാടെടുക്കണമെന്നും സമീപനം ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ആ ഉത്തരവാദിത്തം ഇരട്ടിയാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടോ കാര്യത്തിൽ ഈ വിഷയം ബന്ധപ്പെട്ട് സംശയമുണ്ട്. കാരണം മുഖ്യമന്ത്രി പ്രസ്താവന എന്ന് പറയുന്നത് വളരെ അദ്ദേഹം തിരുത്തിയല്ലോ മറ്റിലാണ്. എന്താണ് തിരുത്തിയത്? രണ്ടാമത് ഈ മലപ്പുറത്ത് ചുങ്കത്തറയിൽ നടന്ന പ്രസംഗത്തിന് ശേഷം പിന്നീട് ആ പ്രശ്നം ചർച്ചാ വിഷയമാവുകയും എതിരഭിപ്രായ സമൂഹത്തിലുണ്ടാവുകയും ചെയ്ത സമയത്ത് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് എന്നാണ് പറയുന്നത്. ലീഗ്, അങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ വഴി അത് രാഷ്ട്രീയ സ്വഭാവം കൊടുക്കുകയാണെങ്കിൽ പോലും അടിസ്ഥാനമായിട്ട് മുസ്ലിം വിദ്വേഷനെ പ്രചരിക്കുന്നത് ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ അതെല്ലാം സംസാരിക്കുന്നത്. മാത്രമല്ല ആ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ചുങ്കത്തറയിൽ പ്രസംഗിച്ചതിൽ നിന്ന് ഞാൻ പിന്മാറ്റമൊന്നുമില്ല എന്ന് അദ്ദേഹം ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ആ ചുങ്കത്തറയിൽ സംസാരിച്ച് ഞാൻ തിരുത്തുന്നില്ലെന്നും അത് അടിയുറച്ച് നിൽക്കുകയാണെന്നും അവിടെ പ്രധാനമല്ല ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ചോ ലീഗ് ഒരു പ്രത്യേക വിഷയത്തിൽ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ചോ എന്നല്ല പറഞ്ഞത്. മലപ്പുറം ജില്ലയെ ബന്ധപ്പെട്ട് ഇവിടുത്തെ ഹിന്ദു ജനവിഭാഗങ്ങളുടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല, ശ്വാസം കഴിക്കാൻ പറ്റില്ല തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചത്. അത് വിദ്വേഷമല്ലാതെ മറ്റെന്താണ്? അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ അത് പറയുന്നത്? ഈ പറയുന്ന ചുങ്കത്തറ എന്ന സ്ഥലം തന്നെ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് മാർത്തോമ കോളേജാണ്. മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജല്ല. അപ്പോൾ അവിടെയാണ് ധാരാളം ആൾക്കാർ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയാൻ എന്ത് സാഹചര്യമാണ് കേരളത്തിൽ? അപ്പോൾ അങ്ങനെ സാഹചര്യം ഇല്ലാ സമയത്ത് ഈ നമ്മൾ അഖിലേന്ത്യ തലത്തിൽ നടക്കുന്ന വിദ്വേഷത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ, അവരുടെ രാഷ്ട്രീയത്തെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ്. അത് സമൂഹത്തിൽ വിദ്വേഷം പരത്താനും സമൂഹത്തെ വേർപെടുത്താനും പരസ്പരം പോരടിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിനങ്ങനെ തന്നെയാണ് കാണേണ്ടത്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് നമ്മൾ ആശങ്കപ്പെടുന്നു, അത്ഭുതപ്പെടുത്തുന്നു. അത് വലിയ പ്രശ്നം തന്നെയാണ് രാജീവ്.